brings such a joy to be here to minister from God's word. ദൈവത്തിന്റെ വചനവുമായി ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. Throughout the course of this week we've been hearing from God's word. ഈ ആഴ്ച മുഴുവനും നാം തിരുവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Our lives have been blessed and enriched by the ministry of God's word. ദൈവവചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. Every opportunity that God gives us to hear God's word is an opportunity to be confirmed again to the plans and purpose of God for our life. ഓരോ അവസരവും തിരുവചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ ദൈവം നമുക്ക് നൽകി തരുന്ന എല്ലാ അവസരങ്ങളും കർത്താവിന്റെ ഹിതത്തിനും ഇഷ്ടത്തിനുമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതിനായി തീരുമാറാകട്ടെ. I give glory and honor to the Lord Jesus Christ. ഇന്ന് രാത്രിയിൽ സകല മഹത്വവും ബഹുമാനവും ഞാൻ കർത്താവായ യേശുവിന് അർപ്പിക്കുകയാണ്. And I bring greetings from my home church, IPA from Hicksville, New York. ന്യൂയോർക്കിലുള്ള എൻ്റെ മാതൃസഭയിൽ നിന്ന് IPAയിൽ നിന്നുള്ള എല്ലാ വന്ദനങ്ങളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. And I greet all of the eminent men of God who are behind me, around me, and I thank the Lord for them. എൻ്റെ പിന്നിലും എൻ്റെ ചുറ്റിലുമായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. Tonight we are looking into the theme, the uniqueness of Jesus Christ in his resurrection. പുനരുത്ഥാനത്തിലുള്ള യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായി പോകുന്നത്. Shall we read some scripture portions? Isaiah chapter 40 verse 25, Acts 2:22 to 27, John chapter 10 verse 17-18. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളും, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളും ആർക്കെങ്കിലും ഇവിടെ വായിക്കാം. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. Amen. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തർപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യം. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. Amen. Praise the Lord. Father, Lord, we thank you for your word. We pray that you will minister to each and every one of us. Release grace and anointing in this place that will make the proclamation of God's word effective. We bind every resistance and opposition to the preaching of God's word. Every critical spirit, we bind them in the name of Jesus. We take victory in Jesus' name. Amen. 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 The Lord that we serve is a unique God. നാം സേവിക്കുന്ന ദൈവം നിസ്തുലനായ ഒരു ദൈവമാണ്. There is no one like Jesus. യേശുവിനെ പോലെ വേറെ ആരുമില്ല. There is a song that goes like that. There is no one like Jesus. യേശുവെ പോലെ വേറെ ആരുമില്ല എന്ന് ആരംഭിക്കുന്ന ഒരു പാട്ട് തന്നെയുണ്ട്. യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. ചേർന്ന് പാടാം. യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര.
ദേവന്മാരിൽ നിനക്ക് തുല്യനാരാ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാരാ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാരാ, സ്വർഗത്തിലോ ഭൂമിയിലോ നിനക്ക് തുല്യനാരാ. Put your hands together and give the Lord a clap offering. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. Amen. Amen. There is no one like Jesus. യേശുവെ പോലെ വേറെ ആരുമില്ല. Christ is unique in every aspect. യേശു തന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അവൻ നിസ്തുല്യനാണ്. Christ is unique in his birth. യേശു അവന്റെ ജനനത്തിൽ നിസ്തുല്യനാണ്. Christ is unique in his obedience. ക്രിസ്തു തന്റെ അനുസരണത്തിൽ നിസ്തുല്യനായിരുന്നു. Christ is unique in his ministry. ക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ നിസ്തുല്യനായിരുന്നു. Christ is unique in his teaching. ക്രിസ്തു തന്റെ ഉപദേശത്തിൽ നിസ്തുല്യനായിരുന്നു. Christ is unique in his death. ക്രിസ്തു തന്റെ മരണത്തിൽ നിസ്തുല്യനായിരുന്നു. Christ is unique in his resurrection. ക്രിസ്തു തന്റെ പുനരുത്ഥാനത്തിൽ നിസ്തുല്യനായിരുന്നു. Christ is unique in all and all. ക്രിസ്തു എല്ലാറ്റിലും നിസ്തുല്യനായി There നിലകൊള്ളുന്നു. is no one like Jesus. യേശുവെ പോലെ വേറെ ആരുമില്ല. Jesus is 100% God and Jesus is 100% man. യേശു ക്രിസ്തു 100% ദൈവവും 100% മനുഷ്യനുമായി നിലകൊള്ളുന്നു. Praise the Lord. Praise the Lord. Jesus is as God is God's way to man. യേശു ക്രിസ്തു ദൈവമായിരിക്കയിൽ ദൈവത്തിന്റെ വഴിയായി മനുഷ്യന്റെ മുന്നിൽ വെളിപ്പെട്ടു വരും. Jesus as man is man's way to God. മനുഷ്യനായിരിക്കുമ്പോൾ യേശു ക്രിസ്തു മനുഷ്യന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യനായി വെളിപ്പെട്ടു വരും. As a man is able to sympathize with our weakness, as God is able to help us. മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കാനും ദൈവം എന്ന നിലയിൽ നമ്മളെ സഹായിക്കുവാനും യേശു ക്രിസ്തു ഒരുപോലെ പ്രാപ്തനാണ്. As man, he can empathize with us. As God, he gave himself up on the cross for our sins. മനുഷ്യൻ എന്ന നിലയിൽ നമ്മളോട് വളരെ കരുണ കാണിപ്പാനും എന്നാൽ ദൈവം എന്ന നിലയിൽ നമുക്ക് വേണ്ടി സ്വയം ജീവനെ നൽകുവാനും അവന് ശക്തിയുണ്ട്. As man, Jesus thirsts, but as God, he satisfies. മനുഷ്യൻ എന്ന നിലയിൽ യേശു ദാഹിക്കുന്നവനാണ്, എന്നാൽ ദൈവം എന്ന നിലയിൽ യേശു തൃപ്തി വരുത്തുന്നവനാണ്. As man, he hungered, but as God, he fed everyone. മനുഷ്യൻ എന്ന നിലയിൽ യേശു വിശക്കുന്നവനാണ്, ദൈവം എന്ന നിലയിൽ അനേകരുടെ വിശപ്പടക്കുന്നവനാണ്. As man, he slept, but as God, he never slumbers nor does he sleep. മനുഷ്യൻ എന്ന നിലയിൽ യേശു ഉറങ്ങുന്നവനായിരുന്നു, എന്നാൽ ദൈവം എന്ന നിലയിൽ അവൻ ഒരിക്കലും ഒരു നാളും ഉറങ്ങാത്തവനോ മയങ്ങാത്തവനോ ആണ്. Jesus Christ is the perfect one, a perfect blend and balance in love and compassion, in justice and in mercy. യേശു ക്രിസ്തു സകലത്തിലും പൂർണ്ണതയുള്ളവനാണ്. അവൻ സ്നേഹത്തിലും ആർദ്രതയിലും നീതിയിലും ന്യായത്തിലും എല്ലാം അവൻ പൂർണ്ണതയുള്ളവനാണ്. He's incomparable in person. He's incomparable in his position. He's incomparable in his power. യേശു ക്രിസ്തു തന്റെ വ്യക്തിത്വത്തിലും യേശു ക്രിസ്തു തന്റെ സ്ഥാനത്തിലും അവൻ തന്റെ അധികാരത്തിലും ആരുമായി തുലനം ചെയ്യുവാൻ സാധിക്കാത്ത അതുല്യനായ ദൈവമാണ്. Jesus is unique as a person. യേശു ക്രിസ്തു ഒരു വ്യക്തി എന്ന നിലയിൽ നിസ്തുല്യനാണ്. Praise the Lord. Praise the Lord. He is unique in his dealings and he is unique in his disposition. യേശു ക്രിസ്തു നാമുമായിട്ടുള്ള തന്റെ ഇടപെടലിലും നമ്മളുടെ മുന്നിൽ തന്നെ വെളിപ്പെടുത്തുന്നതിലും അവൻ നിസ്തുല്യനാണ്. He is unique in his make. He is unique in his methods. യേശു ക്രിസ്തു തന്റെ മാർഗത്തിലും അതുപോലെ തന്റെ ഓരോ പ്രവൃത്തിയിലും താൻ നിസ്തുല്യനാണ്. He is unique in his ways and he is unique in his works. യേശു ക്രിസ്തു തന്റെ രീതികളിലും തന്റെ വാക്കുകളിലും അവൻ വിശ്വസ്തനാണ്. He is unique in his position. യേശു ക്രിസ്തു തന്റെ സ്ഥാനത്തിൽ നിസ്തുല്യനാണ്. He is both the Savior and the soon coming Judge. യേശു ക്രിസ്തു ഒരേ സമയം തന്നെ രക്ഷിതാവായും അതേ സമയത്ത് തന്നെ വീണ്ടും വരുന്ന ന്യായാധിപനായും He is നിലകൊള്ളുന്നു. the servant and he is the king. അവൻ ദാസനായും അതേ സമയത്ത് തന്നെ രാജാവായും നിലകൊള്ളുന്നു. He is the medium and he is the mediator. അവൻ തന്നെ മാർഗവും അവൻ തന്നെ മധ്യസ്ഥനുമായി നിലകൊള്ളുന്നു. He is the lamb and he is the lion. അവൻ തന്നെ കുഞ്ഞാടും അവൻ തന്നെ ബാലസിംഹവുമായി നിലകൊള്ളുന്നു. He is the redeemer who gave up his life and he is the redeemer who lives.
അവൻ തന്നെ നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി തന്ന വീണ്ടെടുപ്പുകാരനും എന്നേക്കും ജീവിക്കുന്ന വീണ്ടെടുപ്പുകാരനുമായി നിലനിൽക്കുന്നു. Jesus is unique in his power. യേശു ക്രിസ്തു തന്റെ അധികാരത്തിൽ അവൻ നിസ്തുല്യനാണ്. He has the creating power and he is the redeeming power. യേശു ക്രിസ്തുവിന് സൃഷ്ടിക്കുവാനും വിടുവിക്കുവാനുമുള്ള ശക്തിയുണ്ട്. He has the saving power and he has the sustaining power. അവന് രക്ഷിക്കുവാനും നിലനിർത്തുവാനുമുള്ള അധികാരമുണ്ട്. He has the power to secure each and every one of us. നമ്മളെ ഓരോരുത്തരെയും വിലക്കെടുത്ത് നമ്മളെ സംരക്ഷിക്കുവാനുള്ള അധികാരം യേശുവിനുണ്ട്. Everything about Jesus is unique. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം അവൻ നിസ്തുല്യനാണ്. But tonight we want to touch on the fact that Jesus is unique in his resurrection. എന്നാൽ ഇന്ന് രാത്രി നാം ചിന്തിക്കുവാൻ പോകുന്ന ഭാഗം യേശു തന്റെ പുനരുത്ഥാനത്തിൽ, ക്രിസ്തു തന്റെ പുനരുത്ഥാനത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു എന്നുള്ളതാണ്. There were people who were raised before Jesus and there were people who were raised from death after Jesus. യേശു ക്രിസ്തുവിന് മുമ്പേ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരും യേശുവിന് ശേഷം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരുമുണ്ട്. What is the difference and the uniqueness in the resurrection of Jesus എന്നാൽ Christ? യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കാണപ്പെട്ട നിസ്തുല്യത എന്തായിരുന്നു? Elisha raised up the Shunammite woman's son. എലീശ ശൂന്യകാരിയായ സ്ത്രീയുടെ മകനെ ഉയർപ്പിച്ചു. Elisha's dead bones raised up as dead soldiers. ഒരു മരിച്ചുപോയ ഒരു പടയാളിയെ എലീശയുടെ മൃതശരീരം ഉയർപ്പിച്ചു. Peter raised Dorcas. പത്രോസ് ഒരു മകളെ തബീഥയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. Paul raised Eutychus. പൗലോസ് യൂഥിക്കോസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. But Jesus raised himself up. എന്നാൽ യേശു സ്വയം തന്നെത്താൻ ഉയർത്തെഴുന്നേറ്റു. Oh, the uniqueness of the resurrection of Christ is such that Jesus did not need the aid of anybody else. He raised himself up. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പുനരുത്ഥാനത്തിൽ കാണപ്പെട്ട നിസ്തുല്യത എന്താന്ന് ചോദിച്ചാൽ അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ വേറൊരാളുടെയും ആവശ്യമോ സഹായമോ വേണ്ടായിരുന്നു. അവൻ തനിയെ താൻ തന്നെ ഉയർത്തെഴുന്നേറ്റു. Jesus doesn't need the aid of anyone. യേശുവിന് ഉയർത്തെഴുന്നേൽപ്പിന് ആരുടെയും സഹായം ആവശ്യമില്ല. Tonight you and I are serving a Lord who does not need the aid of anyone. ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്നത് വേറെ ഒരാളുടെ സഹായം ആവശ്യമില്ലാത്ത ഒരു യേശുവിനെ. The resurrected Savior is here tonight. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു രക്ഷിതാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. The resurrection power is moving here tonight. ഇന്ന് രാത്രി പുനരുത്ഥാനത്തിന്റെ ശക്തി ഇതിനുള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. And the resurrection power in you is able to make you all things, able to make you to do everything that you need to do in life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ചെയ്തെടുക്കുവാനുള്ള ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്കത് സാധിക്കുവാനിടയായി തീരും. Jesus said, യേശു ഇങ്ങനെ പറഞ്ഞു, therefore that my Father loved me, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ because I lay down my life, ഞാൻ എന്റെ ജീവനെ മറുവിലയായി കൊടുത്തത് that I might take it again. എനിക്കതിനെ തിരിച്ചു പ്രാപിക്കുവാൻ അധികാരമുണ്ട്. No man taketh it from me, അത് ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയില്ല. but I lay it down of myself. എന്നാൽ ഞാൻ സ്വയം അതിനെ മറുവിലയായി കൊടുത്തതാണ്. I have power to lay it down. എനിക്ക് സ്വയം മറുവിലയായി കൊടുക്കുവാനുള്ള അധികാരമുണ്ട്. I have power to take it up again. അതിനെ തിരികെ പ്രാപിക്കുവാനുമുള്ള അധികാരമുണ്ട്. Power to lay it down and power to take it up again. എന്റെ ജീവനെ അർപ്പിക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനുമുള്ള അധികാരം എനിക്കുണ്ട്. You and I have heard so many people who have laid down their life. നാം ഓരോരുത്തരും അനേകരെ കുറിച്ച് തങ്ങളുടെ ജീവനെ അർപ്പിച്ചവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. But there is no one who had the power to take it up again, the life that was given up, except Jesus. എന്നാൽ യേശു ക്രിസ്തു ഒഴികെ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ജീവനെ തിരികെ പ്രാപിക്കുവാൻ അധികാരമുണ്ടായിരുന്ന ആരും ഈ ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. യേശുവിന് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. There is no one like him before him and there is no one like him ever. യേശുവിനെ പോലെ ജീവൻ തിരികെ പ്രാപിക്കുവാൻ മുമ്പൊരുവൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല, ഇനിയും ഒരു നാളും ഉണ്ടാവുകാനും പോകും. Oh, what kind of a power is this? യേശു ക്രിസ്തുവിനുള്ള ആ ശക്തി എത്ര അത്ഭുതമായിരിക്കുന്നു. What kind of a power is this? ഇത് എങ്ങനെയുള്ള ഒരു അധികാരമാണ്? We as human beings, we also have power, different kinds of power. മനുഷ്യരെന്ന നിലയിൽ നമ്മൾക്കും വ്യത്യസ്ത നിലവാരങ്ങളുള്ള അധികാരമുണ്ട്, ശക്തിയുണ്ട്. We operate in different kinds of power. നമുക്ക് വ്യത്യസ്ത നിലവാരങ്ങളിൽ
നമുക്കുള്ള അധികാരങ്ങളെ നാം അതിനെ വിനിയോഗിക്കുന്നു. We use our manpower. നമുക്ക് ഉള്ള മാനുഷിക ശക്തിയെ നമ്മൾ ഉപയോഗിക്കുന്നു. We use our muscle power. നമുക്കുള്ള ശാരീരിക ക്ഷമതയെ നാം We ഉപയോഗിക്കുന്നു. use our machine power. നമുക്കുള്ള ഉപകരണങ്ങളുടെ ശക്തിയെ നാം We ഉപയോഗിക്കുന്നു. use our military power. നമുക്കുള്ള ആയുധത്തിന്റെ പട്ടാളത്തിന്റെ ശക്തിയെ നാം We ഉപയോഗിക്കുന്നു. use our money power. നമുക്കുള്ള സമ്പത്തിന്റെ പണത്തിന്റെ ശക്തിയെ നാം ഉപയോഗിക്കുന്നു. But this is the Messiah power. എന്നാൽ ഇത് മശിഹയുടെ ശക്തിയാണ്. There is no power like his power. ഇവിടെ യേശുവിന്റെ ശക്തിയെ പോലെ തുല്യം ഒരു ശക്തിയില്ല. There is no power like his power. യേശുവിന്റെ ശക്തി പോലെയുള്ള മറ്റൊന്നില്ല. There is no authority like the authority of Jesus. യേശുവിനുള്ളത് പോലെയുള്ള അധികാരം വേറെ ഒരാൾക്കുമില്ല. Power to lay it down and power to take it up again. ജീവനെ അർപ്പിക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനുമുള്ള ശക്തി. Oh, that is the resurrection power, and that power is moving in this hour. അതേ ശക്തി തന്നെയാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. ആ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. Jesus, secondly, Christ's resurrection is unique again. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം രണ്ടാമത് എങ്ങനെയാണ് നിസ്തുല്യമായിരിക്കുന്നത്? Jesus, he rose again, never to die again. യേശുക്രിസ്തു ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും ജീവിക്കേണ്ടതിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. Others like Lazarus was raised, but they died. അനേകർ ലാസറിനെ പോലെയുള്ള അനേകർ അവർ ഉയർത്തെഴുന്നേറ്റു, എന്നാൽ പിന്നീട് അവർ മരിച്ചു. But Jesus said, I am the resurrection and life. എന്നാൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. He that believeth in me, എന്നിൽ വിശ്വസിക്കുന്നവൻ though he were dead, yet he shall live. അവൻ മരിച്ചാലും ജീവിക്കും. Jesus not only experienced resurrection, യേശുക്രിസ്തു പുനരുത്ഥാനം മാത്രമല്ല അനുഭവിച്ചത്, he is the resurrection. അവൻ പുനരുത്ഥാനമാണ്. Jesus not only experienced resurrection, he is the resurrection. യേശുക്രിസ്തു പുനരുത്ഥാനം അനുഭവിച്ചവൻ മാത്രമല്ല, അവൻ പുനരുത്ഥാനം തന്നെയാണ്. Jesus is not only showing us the way, Jesus is the way. യേശുക്രിസ്തു വഴി കാണിക്കുവാൻ വന്നവൻ മാത്രമല്ല, അവൻ തന്നെ വഴിയാണ്. Jesus not only spoke the truth, but he is the truth. യേശുക്രിസ്തു സത്യം പറയുന്നവൻ മാത്രമല്ല, അവൻ മാത്രമാണ് സത്യം. Jesus not only imparts life, he is the life. യേശുക്രിസ്തു ജീവനെ നൽകുന്നവൻ മാത്രമല്ല, അവൻ മാത്രമാണ് ജീവൻ. Jesus not only sheds light, he is the light. ആ യേശുക്രിസ്തു പ്രകാശിക്കുന്നവൻ മാത്രമല്ല, അവൻ തന്നെയാണ് വെളിച്ചം. Are you glad that Jesus is your savior? ഇന്ന് രാത്രി ഈ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി നിങ്ങൾക്ക് പിടിച്ചുകൊള്ളുവാൻ സാധിക്കുമോ? Praise God. Hallelujah. Are you glad that this Jesus is your savior? ഇന്ന് രാത്രി അംഗീകരിക്കുവാൻ സാധിക്കുമോ? ഈ യേശു എന്റെ രക്ഷിതാവാണ്. He is a unique savior. അവൻ നിസ്തുല്യനായ ഒരു രക്ഷിതാവാണ്. Praise God. ഹല്ലേലൂയ. Hallelujah. The resurrection of Jesus is unique. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നിസ്തുല്യമായ പുനരുത്ഥാനമാണ്. Oh, his resurrection guarantees our resurrection. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മുടെ പുനരുത്ഥാനത്തെ ഉറപ്പിക്കുന്ന ഒന്നാണ്. Our resurrection is directly linked to the resurrection of Jesus Christ. നമ്മളുടെയൊക്കെയും പുനരുത്ഥാനം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Praise God. If the coming of the Lord tarries, and if we depart away from this world. If the coming of the Lord tarries, and if we depart away from this world. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. Those who have received Christ in their life, one day when the trumpet sounds, we will be resurrected. എന്നാൽ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് ഒരു ഉറപ്പുണ്ട്, ഒരിക്കൽ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഈ മണ്ണ് വിട്ട് ഉയർത്തെഴുന്നേൽക്കും. What a glorious hope we have through Jesus Christ. നമുക്കുള്ള എല്ലാ മഹത്വകരമായ പ്രത്യാശയും യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമാണ്. Praise God, because he's a resurrected Savior. Our resurrection is linked to him. നാം ഉയർത്തെഴുന്നേൽക്കുമെന്നതിന്റെ ഉറപ്പെന്താണ്? അവൻ നമുക്ക് വേണ്ടി മുമ്പ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാമും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പാണ്. Folks, the resurrection reminds me few important things. ഒന്നാമതായിട്ട് ഈ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. Number one, it reminds us that God is on the throne. നമുക്ക് അത് തരുന്ന ഒന്നാമത്തെ ഉറപ്പ് നമ്മുടെ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു The എന്നുള്ളതാണ്. resurrection of Jesus reminds us
that he is in absolute control. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം തരുന്ന രണ്ടാമത്തെ ഉറപ്പ് അവന് സമ്പൂർണ്ണ അധികാരിയായിരിക്കുന്നു എന്നതാണ്. The resurrection of Jesus Christ reminds us that we have hope for today and hope for tomorrow. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം തരുന്ന നമ്മുടെ മൂന്നാമത്തെ ഉറപ്പ് ഇന്നും നാളെയും എനിക്കൊരു കർത്താവിൽ ഉറപ്പുണ്ടെന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് നൽകി തരുന്നു. Jesus is on the throne. യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നു. He is in absolute control. അവൻ സമ്പൂർണ്ണ അധികാരിയായിരിക്കുന്നു. You ask the women folks who went to the tomb early in the morning. കല്ലറയുടെ വാതിക്കലേക്ക് പുലർക്കാലെ പോയ ആ സഹോദരിമാരോടൊന്ന് ചോദിച്ചു നോക്കാം. Friday they saw Jesus' body was wrapped and it was placed in the tomb of Joseph of Arimathea. വെള്ളിയാഴ്ച വൈകുന്നേരം അവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് പൊതിഞ്ഞ ശീലകളാൽ പൊതിയപ്പെട്ട യേശുവിന്റെ ശരീരം അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിലേക്ക് എടുത്തു വെക്കുന്നതാണ്. Early in the morning, Sunday morning, they come and they see that the tomb is open. എന്നാൽ ഞായറാഴ്ച രാവിലെ സുഗന്ധവർഗവുമായി വരുന്നവർ കാണുന്നത് ആ കല്ലറയിൽ നിന്ന് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതാണ്. Oh, the tomb is empty and Jesus is risen from the dead. ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Hades could not hold him down. പാതാളത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ സാധിച്ചില്ല. Death could not keep him down. മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ സാധിച്ചില്ല. Grave could not confine him. പാതാളത്തിന് അവനെ കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. Oh, Jesus was risen from the dead. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Oh, Friday they saw Jesus being placed in the tomb. വെള്ളിയാഴ്ച അവർ കണ്ടത് യേശുവിനെ കല്ലറയ്ക്കകത്തേക്ക് വെക്കുന്നതാണെങ്കിൽ, despite what you see on a Friday, I want to assure you the resurrected Savior assures you this night that there is a Sunday coming. നിങ്ങൾ വെള്ളിയാഴ്ച എന്ത് കണ്ടു എന്നുള്ളത് വിഷയമല്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി നിനക്ക് മുന്നിൽ ഉയർത്തെഴുന്നേറ്റവനായി നിൽക്കുവാൻ പോകുന്ന ഒരു ക്രിസ്തു നിനക്കുണ്ട്. It does not matter how Friday looks, despite how it looks, Sunday is coming and the glory of God is going to be revealed. വെള്ളിയാഴ്ച എങ്ങനെയായിരുന്നു എന്നുള്ളത് വിഷയമല്ല. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഒരു ഞായറാഴ്ച വരുന്നുണ്ട്. അന്ന് മഹത്വത്തിന്റെ പ്രത്യക്ഷതയുള്ളവർ അവൻ ഉദിച്ചുയർന്നെഴുന്നേൽക്കുന്ന ഒരു ദിവസമാണ്. The high priest Annas thought that he was in control. മഹാപുരോഹിതനായ ഹന്നാ വിചാരിച്ചത് അവനാണ് സമ്പൂർണ്ണ അധികാരി എന്ന്. Caiaphas thought that he was in control. കയ്യഫാവ് വിചാരിച്ചു അവനാണ് അധികാരി എന്ന്. Herod thought that he is in control. ഹെരോദാവ് വിചാരിച്ചു അവനാണ് അധികാരി എന്ന്. Pilate thought that he is in control. പീലാത്തോസ് വിചാരിച്ചു താനാണ് അധികാരി എന്ന്. Sanhedrin thought they were in control. സന്നിധി സംഘം വിചാരിച്ചു അവരാണ് അധികാരികളെന്ന്. The Roman government thought they were in control. റോമ ഗവൺമെന്റ് വിചാരിച്ചു അവർക്കാണ് അധികാരമെന്ന്. But God showed who is in control. എന്നാൽ ദൈവം വെളിപ്പെടുത്തി ആർക്കാണ് അധികാരമെന്ന്. Oh, tonight we need to know that no matter what you are going through in life, നിങ്ങൾ ഇന്ന് രാത്രി ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിലൂടെയാണ് പോകുന്നതെങ്കിലും, maybe your life looks gloomy and dark. നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ഇരുൾ നിറഞ്ഞതും വളരെ ദുസ്സഹവുമായിരിക്കാം. Maybe your future looks bleak to you today. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഭാവി അടയപ്പെട്ടതായി നിങ്ങൾക്ക് I കാണപ്പെടാം. want to remind you that God is in control. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു ഉറപ്പ് തരട്ടെ, ഒരു ദൈവം നമുക്ക് വേണ്ടി അധികാരിയായുണ്ട്. Maybe your life is in a disaster. നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ഒരു ദുരന്തത്തിലായിരിക്കാം. Maybe your family is falling apart. നിങ്ങളുടെ കുടുംബം ഒരുപക്ഷെ തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. Maybe your dreams are shattered. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരുപക്ഷെ ചിതറിപ്പോയിരിക്കാം. Maybe your world is crumbling around you. നിങ്ങളുടെ മുന്നിലുള്ള മതിൽ ഇടിഞ്ഞു വീഴുന്നെന്ന് തോന്നിയിരിക്കാം. The resurrected Savior is telling you he is in control tonight. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഇന്ന് അധികാരത്തിലുണ്ട്. Maybe your life is in turmoil and you do not know where to turn. നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കാം. നിങ്ങൾക്ക് എവിടെ പോകണമെന്ന് അറിയാതെ. Turn to the resurrected Savior. എന്നാൽ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവിങ്കലേക്ക് ഒന്ന് തിരിഞ്ഞു വാ. You think it's all over. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം എല്ലാം കഴിഞ്ഞു. It's not over because God is in control. എന്നാൽ കഴിഞ്ഞിട്ടില്ല. ദൈവം അധികാരിയായി ഉള്ളിടത്തോളം കാലം അത് കഴിഞ്ഞിട്ടില്ല. The God who rolled the stone away from the tomb's mouth, ആ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയവനായ കർത്താവ്, he will roll your burdens away tonight. അതേ ദൈവം തന്നെ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ദുഃഖങ്ങളെ ഉരുട്ടി മാറ്റിക്കളയും. He will roll your burdens away tonight. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ അവൻ ഉരുട്ടി The മാറ്റിക്കളയും. resurrected Savior assures you
that he will roll your burdens away tonight. ഉയർത്തെഴുന്നേറ്റവനായ രക്ഷിതാവ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അവൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഭാരത്തെ മാറ്റിക്കളയും. Praise God. The Bible says the woman went out early in the morning when it was still dark. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നന്നാ പുലർക്കാരെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ സ്ത്രീകൾ കല്ലറയുടെ വാതിൽക്കലെത്തി. Maybe you are going through a dark hour tonight. ഇന്ന് രാത്രി ഒരു പക്ഷേ നിങ്ങൾ അന്ധകാരം നിറഞ്ഞ ഒരു സമയത്തിലൂടെ കടന്നു പോവുക. But he is in control. എന്നാൽ ദൈവം അധികാരത്തിലുണ്ട്. Your resurrected, my resurrected Savior is in control. നിങ്ങളുടെയും എന്റെയും ഉയർത്തെഴുന്നേറ്റവനായ ആ രക്ഷിതാവ് അവൻ അധികാരത്തിലുണ്ട്. This resurrected Savior assures us that there is hope even today amidst all the struggles of life. ഈ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ്, ജീവിതത്തിന്റെ ഏത് വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഇന്നും ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. The Lord who fulfilled, God who fulfilled his purpose concerning his son. തന്റെ പുത്രനെ കുറിച്ചുള്ള ഹിതത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ ദൈവം തന്നെ. Praise God. Through every hurdles, through every obstacle. ജീവിതത്തിന്റെ ഏതൊരു തടസ്സങ്ങളുടെയും ഏതൊരു ഉയർച്ച താഴ്ചകളുടെയും മധ്യത്തിൽ God was in control and he fulfilled his purpose by resurrecting Jesus. ദൈവം പിതാവായ ദൈവം പുത്രന്റെ മേൽ അധികാരിയായിരുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച നിമിത്തം പിതാവിന് പുത്രനെ കുറിച്ചുള്ള ഹിതം വെളിപ്പെടുത്തി. Let me tell you something tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. God has a purpose for each and every one of us. നമ്മളുടെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. Maybe when you look at the hurdles in your life, you think it is impossible. ഒരുപക്ഷെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് അസാധ്യമാണെന്ന്. I want to assure you tonight. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു, Through every obstacles, through every hurdles, the Lord who is risen, if he is with you, he will make sure that you will come out of every odds and every obstacles of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരു തടസ്സങ്ങളാണെങ്കിലും ഏതൊരു പ്രതിസന്ധികളിലൂടെയാണെങ്കിലും പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ എന്നേക്കും അധികാരിയായിരിക്കുന്നവൻ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും എന്ന് ഉറപ്പ് തരുവാൻ ശക്തനായ ദൈവമാണ്. Do you have that assurance tonight? ഇന്ന് രാത്രി ആ ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടോ? If your hope is dwindling tonight, ഇന്ന് രാത്രി നിങ്ങളുടെ പ്രതീക്ഷ കെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ look to Jesus who is risen from the dead. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിങ്കലേക്ക് ഒന്ന് കണ്ണോടിക്കുക. The resurrected Savior assures you tonight. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉറപ്പ് തരുന്നു. Through every odds of your life, God's purpose concerning you will be fulfilled. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലൂടെയും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. He will fulfill it. അവൻ അത് വെളിപ്പെടുത്തും, അവൻ അത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും. The resurrected Savior gives us the assurance there is hope for tomorrow. നാളെയെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ള ഉറപ്പ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമുക്ക് നൽകി തരുന്നു. For many centuries, the men and women of Europe looked towards the west through the Atlantic Ocean and they always wondered. അനേക നാളുകൾ യൂറോപ്യൻ രാജ്യത്തിൽ ഉണ്ടായിരുന്നവർ പാശ്ചാത്യ ദേശങ്ങളിലേക്ക്, അതായത് അവരുടെ പാശ്ചാത്യമായിരുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, അവിടം കൊണ്ട് എല്ലാം തീരുകയാണ്. They would look at the Atlantic Ocean and they would think that's it. അവർ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ നോക്കിയിട്ട് ഇങ്ങനെ വിധി എഴുതും, അവിടം കൊണ്ട് സകലവും തീരുന്നു. They would see the sun setting and they would think that's it. അവർ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന കാണുമ്പോൾ ചിന്തിക്കും, അവിടം കൊണ്ട് എല്ലാം തീരുകയാണ്. The scholars assured them that beyond the Atlantic there was nothing, that was the end. പണ്ഡിതന്മാരും അവരെ പഠിപ്പിച്ചു വെച്ചിരുന്നത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് അപ്പുറമായ ഒന്നുമില്ല, അവിടം കൊണ്ടെല്ലാം തീരുകയാണ്. In fact, the nation of Spain, they had engraved a motto and the motto said, ne plus ultra, there is nothing beyond. സ്പെയിൻ എന്ന രാജ്യത്തിന് അവർക്കൊരു ആപ്തവാക്യം തന്നെ ഉണ്ടായിരുന്നു. ആ ആപ്തവാക്യം ഇങ്ങനെയായിരുന്നു, നെ പ്ലസ് അൾട്ര എന്ന് വെച്ചാൽ അക്കരെ ഒന്നുമില്ല. One day Columbus decided to sail and go through that ocean. എന്നാൽ ഒരു ദിവസം കൊളംബസ് ആ മഹാസമുദ്രത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. As people watched him, his ship just disappeared into the horizon.
ആ ആളുകൾ നോക്കി നിൽക്കെ അവന്റെ ആ കൊളംബസ് സഞ്ചരിച്ചിരുന്ന ആ കപ്പൽ ചക്രവാളത്തിലേക്ക് മറഞ്ഞു. Months and months later, those sails which disappeared, they appeared in the horizon. എന്നാൽ അനേകം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആരാണോ ചക്രവാളത്തിൽ മറഞ്ഞത് അവർ ഒരു സ്ഥലത്ത് ഉദിച്ചുയർത്തെഴുന്നേറ്റു. The people were excited as they saw Columbus coming back into the shore. കൊളംബസും മടങ്ങി ആ കരയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ആളുകളെല്ലാം അത്ഭുതം കൂറിയവരായി തീർന്നു. Columbus announced that there is a glorious world that awaits them on the other side. കൊളംബസ് അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തു, അക്കരെ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ പ്രതീക്ഷയുടെ ഭൂമിയുണ്ട്. Beyond the sea there is a rich land. It's like paradise over there. ഈ സമുദ്രത്തിനപ്പുറം ഒരു ധനമേറിയ ഒരു വിലയേറിയ ഒരു ദേശമുണ്ട്, ഒരു പറുദീസയുണ്ടെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തു. The king of Spain changed the motto of his nation. അന്നത്തെ ദിവസം ആ സ്പെയിനിലെ രാജാവ് തന്റെ ആ നാടിന്റെ ആപ്തവാക്യം മാറ്റി എഴുതി. He removed ne plus ultra and he put plus ultra. Ne plus ultra എന്നുള്ള വാക്ക് മാറ്റി പ്ലസ് അൾട്രാ അക്കര പ്രതീക്ഷ ഉണ്ട് എന്ന് അവൻ എഴുതി ചേർത്തു. Once they said there is nothing beyond. ഒരിക്കൽ അവരുടെ വിചാരം അക്കരെ ഒന്നുമില്ല എന്നായിരുന്നു. But once Columbus came back, they changed it and they said there is more behind. എന്നാൽ കൊളംബസ് പോയി മടങ്ങി വന്നപ്പോൾ അവർക്കൊരു ഉറപ്പ് ലഭിച്ചു, അനേക വസ്തുക്കൾ അക്കരെ ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. There is more beyond. ഇനിയും ഒത്തിരി അക്കരയുണ്ട്. For many centuries, innumerable people wondered as to what happens beyond the grave. അനേക നാളുകളായിട്ട് അനേക ലക്ഷക്കണക്കിന് ആളുകൾ വിചാരിച്ചു, ഭാരപ്പെട്ടിരുന്ന വിഷയമുണ്ടായിരുന്നു, മരണത്തിനപ്പുറം എന്ത് സംഭവിക്കും. When they placed their loved one in a dark hole in the ground, they wondered what was beyond. അവരുടെ വേണ്ടപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കല്ലറകളുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവരെല്ലാം അത്ഭുതത്തോടെ ചിന്തിച്ചിരുന്നു, ഇതിനപ്പുറം എന്ത് സംഭവിക്കും. Is there anything beyond the waters, dark waters of death? ഈ മരണത്തിന്റെ ഈ കൊടുമന്ധകാരത്തിന് അപ്പുറമായിട്ട്, ഈ ഭീതിക്ക് അപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? And one day a young man came in the scene. എന്നാൽ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനായവൻ ഈ രംഗത്തിൽ അവതരിച്ചു. He went through the setting sun. അവൻ ആ മരണത്തിലൂടെ കടന്നുപോയി. He descended into the pit. അവൻ ആ പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്നു. He sailed off the edge of the world. അവൻ ലോകത്തിന്റെ അങ്ങേയറ്റത്തോളം പോയി. And he crashed into hell. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്നു. People waited expectantly. ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. Finally on resurrection morning, എന്നാൽ അവസാനമായി പുനരുത്ഥാനത്തിന്റെ ദിവസം as പുലർച്ചെ the sun rose in the east, കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് the Son of God stepped out of the empty of the tomb. ദൈവപുത്രനായിരുന്നവൻ കല്ലറയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. The Son of God stepped out of the grave and he declared there is more beyond. ദൈവപുത്രനായിരുന്നവൻ പാതാളത്തിന്റെ വെളിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അക്കരെ ഒരു പ്രതീക്ഷയുണ്ട്. There is more beyond. There is a great expectation beyond. അക്കരെ നിങ്ങൾക്കായി വലുതൊന്ന് കാത്തിരിപ്പുണ്ട്. അക്കരെ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. Grave is not the end. ഈ മരണം നിന്റെ അവസാനമല്ല. Death is not the end. മരണം നിന്റെ അവസാനമല്ല. There is a Father waiting for you. നിനക്ക് വേണ്ടി ഒരു പിതാവ് അക്കരെ കാത്തിരിപ്പുണ്ട്. The Father waits with നിനക്ക് വേണ്ടി ഇരു കരങ്ങളും വിടർത്തി പിടിച്ചൊരു പിതാവ് കാത്തിരിപ്പുണ്ട്. There is a Father who wants to wipe away your tears. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പിതാവുണ്ട്. There is a Father who wants to take you in. നിന്നെ ആശ്ലേഷിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു പിതാവുണ്ട്. There is a Father who wants to embrace you. നിന്നെ ആശ്ലേഷിക്കുവാൻ കെട്ടിപ്പിടിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു പിതാവുണ്ട്. The resurrected Savior reminds us tonight. ഇന്ന് രാത്രി പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തു നമുക്ക് ഈ ഉറപ്പ് തരുന്നു. There is more beyond. അക്കരെ അനേക വസ്തുതകളുണ്ട്. Because I live, you shall also live. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കാം. Praise God. Because I live, you shall also live. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കാം. Are you in a point in your Christian walk where you have given up everything? നിങ്ങളുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാം വേണ്ടാന്ന് വെച്ച ഏതെങ്കിലും ഒരു സമയത്താണോ നിങ്ങളായിരിക്കുന്നത്? Praise God. Do you think that everything is going out of control? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? I want to assure you that allow God to take control of your life. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ അധികാരം വിട്ടുകൊടുക്കുക. Have you come to the point in your life where you realize that you can't make it on your own?
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ല എന്നുള്ള ഒരു വിചാരത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ? Commit yourself to the resurrected Savior. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിങ്കലേക്ക് നിന്നെ തന്നെ അർപ്പിച്ചു കൊടുക്കുക. Are you experiencing the hope that only the resurrected Savior can give? The hope for today and the hope for tomorrow. ഇന്ന് രാത്രിയിൽ പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിന് മാത്രം നൽകുവാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയ്ക്കായി നിങ്ങൾ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നുവോ? May the Lord bless you with this word. ഈ വചനങ്ങളാൽ ദൈവം Have you met someone who has more than 25 constructive years? Meet Olive Builders. The Olive Callista is situated in Kakinad, which is fast becoming the center of business activity in Kochi, but at the same time enjoys the freedom from the pollution and rush of city life. The project is at a stone's throw distance from the highly anticipated Smart City project. Meet Olive Builders. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പാർപ്പിട സമുച്ചയം നിങ്ങൾക്കായി ഒരുക്കുന്നു ഒലിവ് ബിൽഡേഴ്സ്. The Olive Callista is a community with 5 towers housing 740 apartments and 11 bungalows spread across 9.5 acres. Right in the center of the community is a man-made lake spread over 1 acre with a water fountain and an arch bridge. വ്യാവസായിക നഗരമായ കൊച്ചിയിലും രാഷ്ട്രീയ തലസ്ഥാനമായ തിരുവനന്തപുരത്തും അക്ഷര നഗരിയുടെ തലസ്ഥാനമായ കോട്ടയത്തും പ്രവാസികളുടെ ഇഷ്ടനഗരമായ തിരുവല്ലയിലും ഒലിവ് ബിൽഡേഴ്സിന്റെ ഓൺഗോയിങ് പ്രൊജക്ടുകൾ. The interiors are intelligently designed to give you flexible living spaces where the watchwords are spaciousness and opulence. All of your bedrooms feature a level of decor that proclaims its high-class pedigree. Each crafted in its own special way, spacious in design and perfect in Vastu and Feng Shui element. Start your mornings with a walk or a jog around the world-class jogging track and come a bit closer to nature. The well-appointed swimming pool and the lap pool offer you another choice. Reconnect with your inner self and dive into the silence of your soul at the special meditation room. As the sun sets down, get together with friends at the community's own amphitheater, where you can host special moments that deserve to be celebrated together. The Olive Callista also houses its own barbecue counter and an elegant gazebo that finds its own beautiful place in the community. The Olive Callista also houses its own clubhouse with a state-of-the-art badminton court, a skating ring, and a games room. There are dedicated electric buggy cars that you can use to go on a small ride around the community or just drive around feeling the freshness of the wind on your face. If you wish to experience an outstanding combination of high-tech living, spectacular building design, intelligent architecture, environmentally sensitive planning, exceptional security systems, and community amenities benchmarked to the highest standards, this is your chance. For details, contact Varghese Tiruvalla, telephone number 347-420-0487, email varghestvla@gmail.com. Meet Olive Builders.